Hello my dear students, I am Harida, your teacher for Business Organization and Management. So, we will discuss the third module, 9th unit. Unit name is Planning and Decision Making. Okay, Planning and Decision Making. So, let us start our class. Okay, what is planning? We all term planning. നമുക്ക് എക്സാമ്പിൾ വെച്ച് നമുക്ക് തുടങ്ങാം. നമ്മുടെ മാരേജ് ആണല്ലേ, ഒരാളൊരു മാരേജ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യും അല്ലേ. നമ്മുടെ ഹൽദി ഫംഗ്ഷൻ, മാരേജ് ഡേ, ഹൽദി ഫംഗ്ഷനിലെ കോസ്റ്റ്യൂം, അതുപോലെ തന്നെ നമ്മുടെ മേക്കപ്പ്, നമ്മുടെ ഓർണമെൻറ്റ്സ്, നമ്മുടെ ഡാൻസും കാര്യങ്ങളൊക്കെ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യും. അതുപോലെ തന്നെ മാരേജ് ഡേക്ക് വരുന്ന നമ്മുടെ ഡ്രസ്, കോസ്റ്റ്യൂം, ഓർണമെൻറ്റ്സ്, മേക്കപ്പ്, അങ്ങനെ ഒരുപാട് കാര്യം, സ്റ്റേജ് ഡെക്കറേഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പ്ലാൻ ചെയ്യും അല്ലേ. നമ്മുടെ പാരൻസ് എന്താണ് ചെയ്യുന്നത്? അവർ ആ ഡേക്കുള്ള എല്ലാവർക്കും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ട എല്ലാ ഫുഡ്, സദ്യ കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഒക്കെ എന്താണ്, നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടാണ് ഇത്ര ദിവസത്തിനുള്ളിൽ എല്ലാവരും ക്ഷണിച്ച് തീർക്കണം. അങ്ങനെയൊക്കെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടാണ് അവർ ആ ഒരു സംഭവം നടത്തി കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ പാരൻസ് അവരുടെ സ്റ്റുഡൻറ്റ്, നമ്മുടെ ചിൽഡ്രൻസിൻ്റെ എഡ്യൂക്കേഷൻ അല്ലേ. നല്ലതുപോലെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ, പഠിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ 10th കഴിഞ്ഞാൽ ഇന്ന +1 +2 ഈ കോഴ്സ് സെലക്ട് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഈ രീതിയിൽ പോകണം എന്നൊക്കെ പാരൻസ് എന്ത് ചെയ്യും? ചിലപ്പോൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യും. സ്റ്റുഡൻസ് പ്ലാൻ ചെയ്യും, അവർ 10th കഴിഞ്ഞാൽ +1 +2 ഞാൻ ഈ കോഴ്സ് എടുക്കും, ദെൻ ഞാൻ ഈ കോഴ്സിന് പോകുന്നതൊക്കെ ഒരു പ്ലാൻ ചെയ്യും അല്ലേ. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ എന്താണ് പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ്. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പാർട്ടാണ്. നമ്മൾ മേ ബി അറിയുന്നുണ്ടായിരിക്കില്ല നമ്മൾ ചെയ്യുന്ന കാര്യം. നിങ്ങൾ ഇന്നിപ്പോൾ ഇരുന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും, നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ എന്ത് ചെയ്യും? പ്ലാൻ ചെയ്യുക. എന്ത് നമ്മുടെ പാരൻസ് ആണെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് നാളെ എന്ത് ഫുഡാണ് കുട്ടികൾക്ക് കൊണ്ടുവേണ്ടത്, അവർ എന്ത് കൊടുത്താലാണ് ലഞ്ച് ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് കഴിച്ച് കൊണ്ടുവരിക എന്നുള്ളത് അവർ തലേ ദിവസം ഉറങ്ങാൻ നേരത്ത് പ്ലാൻ ചെയ്യും. അതൊരു പ്ലാനിങ് ആണ്. അതൊരു പാരൻറ്റ് മക്കൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു പ്ലാനിങ് ആണ് അല്ലേ. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്. അത് പല രീതിയിലാണ് ഓരോരുത്തരുടെ ലൈഫിലും അത് എന്താവുന്നത്, ആപ്ലിക്കബിൾ ആവുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എന്താണ് പാർട്ട് തന്നെ, ഒരു ഇൻ്റഗ്രൽ പാർട്ടിനെ ആർക്കുണ്ട്? നമ്മുടെ പ്ലാനിങ്ങിനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പ്ലാനിങ്ങിൻ്റെ ഒരു മീനിങ് നോക്കുകയാണെങ്കിൽ, ഇറ്റ് മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ദ ഫ്യൂച്ചർ ഫോർ എ സ്പെസിഫിക് പീരിയഡ് ആൻഡ് ദെൻ ടേക്കിംഗ് ദ നെസസറി സ്റ്റെപ്പ് ടു ഡു തിങ്സ് ഡിസൈഡ് അപ്പോൾ. അതായത് എന്താ വെച്ചാൽ നമ്മൾ ഫ്യൂച്ചറിക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യുക അല്ലെ. ഫ്യൂച്ചറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്യുക, അതിനായിട്ട് അത് സക്സസിലേക്ക് എത്താനുള്ള നെസസറി സ്റ്റെപ്പുകൾ എടുക്കുക. അതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അവർ ചിലപ്പോൾ ലോങ് റണ്ണിലേക്ക് അവർ എന്ത് ചെയ്യുന്നുണ്ടാവും? പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ആ ഒരു പ്ലാനിങ്ങിൽ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെൻറ്റ്, കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ചിട്ട്, പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുക, അവരുടെ ഗോൾസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അവർ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, അതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിലേക്കുള്ള എന്താണ് ഒരു പ്രിപ്പറേഷനാണ്. സോ ആ ഫ്യൂച്ചറിലേക്കുള്ള പ്രിപ്പറേഷൻ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് അവരെടുക്കുന്ന സ്റ്റെപ്പുകളുമാണ് എന്ത് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്ലാനിങ്ങിൻ്റെ വേറൊരു മീനിങ് നോക്കാം അല്ലേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്ലാനിങ് ഈസ് ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. അതായത് മാനേജ്മെന്റിലെ ഫങ്ഷൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫങ്ഷനാണ് എന്ത് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. That involves setting objectives and determining a course of action for achieving those objectives. പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യാണ്? ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അതാണ് ഇൻവോൾവ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ആക്ഷൻസും എടുക്കുക എന്നുള്ളത് കൂടെ എന്തിൻ്റെ ഭാഗമാണ്? പ്ലാനിങ്ങിന്റെ ഭാഗമാണ് അല്ലെ. എന്നാൽ പ്ലാനിങ് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് ഫംഗ്ഷനാണ് പ്ലാനിങ്. ദാറ്റ് ഇൻവോൾവ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡിറ്റർമിൻ ദ കോഴ്സ് ഓഫ് ആക്ഷൻ ഫോർ അച്ചീവിംഗ് ദോസ് ഒബ്ജക്റ്റീവ്സ്. ഒരു ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുകയും ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനുള്ള എല്ലാ ആക്ഷൻസും എടുക്കുകയും ചെയ്യുന്ന ഫംഗ്ഷനാണ് എന്തിന് വേണ്ടത്? പ്ലാനിങ്ങിന് വേണ്ടത്. ഈ പ്ലാനിങ്ങിൻ്റെ ഒരു ചെറിയ ഡെഫിനേഷനും കൂടി നമുക്ക് നോക്കാം. കൂൾസ് ആൻഡ് ഓൾ ഡോണേഴ്സ് എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികൾ പ്ലാനിങ്ങിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. പ്ലാനിങ് ഈസ് ഡിസൈഡ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, ഹൗ ടു ഡു, വെൻ ടു ഡു ആൻഡ് ഹൂ ഈസ് ടു ഡു ഇറ്റ്. അതായത് പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ചില കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാണ്. അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന കാര്യമാണ് എന്തൊക്കെ? വാട്ട് ടു ഡു, എന്ത്
then how to do, എങ്ങനെ ചെയ്യണം, when to do, എപ്പോൾ ചെയ്യണം, then who is to do it, ആരാണത് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫ്യൂച്ചർക്ക് വേണ്ടി ഡിസൈഡ് ചെയ്യുന്നതാണ്, അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതിനാണ് എന്ത് പ്ലാനിങ് എന്ന് പറയുന്നത്. ആരാണ് പറയുന്നത്? ഹൂൾസ് ആൻഡ് ഡോണർ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ പറഞ്ഞത്. എന്താണ്? പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് what to do, how to do, when to do and who is to do it. സിമ്പിൾ ആയ ഡെഫിനിഷനാണ്, നിങ്ങൾക്ക് എക്സാമിന് പഠിച്ചിരിക്കാൻ എളുപ്പമായിട്ടുള്ള ഡെഫിനിഷനാണ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിന്റെ നേച്ചറും ക്യാരക്ടറിസ്റ്റിക്സും ആണ്. നമുക്ക് അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാനിങ് നോക്കാം. അതിന് വേണ്ടത് പ്രൈമസി ഓഫ് പ്ലാനിങ്, പ്ലാനിങ് ആസ് എ പ്രോസസ്, പെർവേസീവ്നെസ് ഓഫ് പ്ലാനിങ്, ഫ്യൂച്ചർ ഓറിയന്റേഷൻ, ഇൻഫോർമേഷൻ ബേസ്, റാഷണാലിറ്റി, formal and informal nature, intellectual process, pragmatic, planning as a forms of decision making. ഇനി വരുന്നുണ്ട് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാനിങ്ങിൽ വരുന്നത് പ്ലാനിങ് പ്രിമൈസസ്, ഡൈനാമിസം, ലെവൽ ഓഫ് പ്ലാനിങ്, ടൈപ്സ് ഓഫ് പ്ലാൻസ് ഒക്കെ എന്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടാണ് വരുന്നത്? പ്ലാനിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പ്ലാനിങ് പ്രൈമസി ഓഫ് പ്ലാനിങ് എന്താണ്? ഒരു മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ ആരംഭിക്കുന്നത് പ്ലാനിങ്ങിലൂടെയാണ്. ഓക്കെ, ബാക്കിയുള്ള എല്ലാ ഫംഗ്ഷൻസും, അതായത് നമ്മുടെ ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡിറക്റ്റിംഗ്, കൺട്രോളിങ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറഞ്ഞത് ഇതൊക്കെ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ ഇതിൻ്റെയൊക്കെ ബേസിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞത് എന്താണ്? പ്ലാനിങ് ആണ്. അപ്പോൾ പ്ലാനിങ് എന്ന് പറഞ്ഞത് എന്താണ്? പ്ലാനിങ് ഈസ് ദ പ്രൈം ഫംഗ്ഷൻ ഫ്രം വിച്ച് ദ അതർ ഫംഗ്ഷൻ ഗെറ്റ് നെസസറി ബേസ്. പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി ഫംഗ്ഷനാണ്, മറ്റുള്ള ഫംഗ്ഷൻസിന് ഒരു ബേസ് ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് നല്ല രീതിയിലാണെങ്കിൽ മാത്രമേ നമുക്കുള്ള മറ്റുള്ള ഫംഗ്ഷൻസ് സ്മൂത്ത് ആയിട്ട് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇതിൽ സെക്കൻഡ് വണ്ണാണ് പ്ലാനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. പ്ലാനിങ് ഈസ് എ പ്രോസസ് ഇൻവോൾവിങ് എ ഫ്യൂ സ്റ്റേജ് ഓർ സ്റ്റെപ്പ്. പ്ലാനിങ് എന്ന് പറയുന്നത് കുറച്ച് സ്റ്റേജും സ്റ്റെപ്പുകളുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇറ്റ് ഈസ് എ സബ് പ്രോസസ് ഓഫ് മാനേജ്മെന്റ്. ഇതൊരു മാനേജ്മെന്റ് പ്രോസസ്സിന്റെ സബ് എന്താണ് പ്രോസസ്സാണ്. ദ പ്ലാനിങ് പ്രോസസ് ബിഗിൻ വിത്ത് ഐഡന്റിഫിക്കേഷൻ ഓഫ് മിഷൻ ആൻഡ് ഗോൾ ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് വിത്ത് മേക്കിംഗ് അറേഞ്ച്മെന്റ് ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്ലാനിങ്. അതായത് പ്ലാനിങ് തുടങ്ങുന്നത് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഗോൾ, ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തുകൊണ്ടാണ്. അതിന്റെ എൻഡ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ അറേഞ്ച്മെന്റ്സും ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് അതിന് എൻഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് പെർവാസീവ്നെസ് ഓഫ് പ്ലാനിങ്. പെർവാസീവ്നെസ് ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നത് അതായത് ഈ മാനേജ്മെന്റിൽ എന്താണ് അവിടെ ഒരു പ്ലാനിങ്ങിൽ അതിൻ്റെതായ ഒരു ഓർഡർ ഉണ്ട്, അറേഞ്ച്മെന്റ് ഉണ്ട്. ശരിക്കും ഈ ഓർഗനൈസേഷൻ്റെ പ്ലാനിങ് ഒക്കെ ഒരു ഓർഗനൈസേഷനിൽ ഈ CEO, മാനേജിംഗ് ഡയറക്ടേഴ്സ് ഒക്കെയാണ് എടുക്കുക. ദെൻ അതെന്താണ് മിഡിൽ ലെവൽ മാനേജേഴ്സ് എന്ത് ചെയ്യും? അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കും. ദെൻ ലോവർ ലെവൽ മാനേജേഴ്സ് എന്ത് ചെയ്യും? അതിന് ഹെൽപ്പ് ചെയ്യും. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും അത് നടപ്പിലാക്കുന്നത് ആരാണ്? ലോവർ ലെവൽ മാനേജ്മെന്റ് ആണ്. അപ്പോൾ അതാണ് പറയുന്നത് എന്താണ്? ഒരു ആസൂത്രണത്തിന്റെ വ്യാപ്തത. ഇങ്ങനെ എന്താണ് നമ്മൾ പ്ലാനിങ് ചെയ്തിട്ട് അത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യും. അതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ എല്ലാവരെയും എന്ത് ചെയ്യാണ്? എത്തിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഫ്യൂച്ചർ ഓറിയന്റേഷൻ. എന്താണ് പ്ലാനിങ് എന്ന് പറയുന്നത്? ഫ്യൂച്ചർ ഓറിയന്റേഷൻ ആണ്. ഓക്കെ, അത് ഹെൻറി ഫയോൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് പ്ലാനിങ് ആസ് ദ പ്രോസസ് ഓഫ് ലുക്കിംഗ് എഹെഡ് ആൻഡ് മേക്കിംഗ് പ്രൊവിഷൻ ടു ടാക്കിൾ ഫ്യൂച്ചർ ഇവന്റ്സ് ആൻഡ് സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ഫയോൾ പറഞ്ഞ പ്ലാനിങ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിനെ നോക്കി കാണുന്ന ഒരു പ്രോസസ്സാണ്. ഫ്യൂച്ചറിലേക്ക് എന്ത് ചെയ്യണം, ദെൻ അതിനാവശ്യമായ ആക്ഷൻസ് എടുക്കുക. അതാണ് ഹെൻറി ഫയോൾ പ്ലാനിങ്ങിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ദെൻ ഇൻഫോർമേഷൻ ബേസ്. പ്ലാനിങ് ഈസ് ബേസിക്കലി ബൈ ഇൻഫോർമേഷൻ. പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ഇൻഫോർമേഷൻ്റെ ബേസിലാണ്. വിത്തൗട്ട് ഇൻഫോർമേഷൻ പ്ലാനിങ് എക്സിസ്റ്റിംഗ്. അതായത് നമുക്ക് ഇൻഫോർമേഷൻസ് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് പ്ലാനിങ്ങിൻ്റെ ടൈമിൽ കറക്റ്റ് ഇൻഫോർമേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്ലാനിങ് എന്ത് ചെയ്യുക? നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് നടക്കില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും അതിൻ്റെ ഡിമാൻഡിനെ കുറിച്ചിട്ടും കോമ്പറ്റീഷനെ കുറിച്ചിട്ടും നമുക്ക് കറക്റ്റായിട്ട് ഇൻഫോർമേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ ഇൻഫോർമേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ്? ആ പ്ലാനിങ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് നടത്താൻ പറ്റില്ല. ദെൻ റാഷണാലിറ്റി. എന്താണ്? പ്ലാനിങ് ഈസ് എ റാഷണൽ മാനേജറിയൽ ആക്ടിവിറ്റി. അതായത് യുക്തിപൂർവ്വം റാഷണലി ഉള്ള ഒരു ആക്ടിവിറ്റിയാണ് പ്ലാനിങ്. ഓക്കെ, പിന്നെ എന്താണ്? ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് പ്ലാനിങ് ഈസ് എ പർപ്പസ്ഫുൾ ആൻഡ് കോൺഷ്യസ് മാനേജ്മെന്റ് ഫംഗ്ഷൻസ്. അതായത് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് കോൺഷ്യസ് ആയിട്ടും എന്താ പറയുക പർപ്പസ്ഫുൾ ആയിട്ട് ഒരു ആക്റ്റീവാണ്. അത്രയും റാഷണലി ആയിട്ടായിരിക്കും
ചെയ്യണമെന്ന് ഉള്ളത് ആ ഒരു സ്കില്ല് എന്തിൽ വേണം നമുക്ക് പ്ലാനിങ്ങിൽ ആവശ്യമാണ്. അപ്പോൾ അതെന്താണ് ഒരു ഇന്റലക്ച്വൽ പ്രോസസ്സ് പറയുമ്പോൾ ഒരു കോൺസെപ്ഷ്യൽ സ്കില്ല് അവിടെ ആവശ്യമാണ്. പ്രാഗ്മാറ്റിക് നെക്സ്റ്റ് വരുന്നതാണ് പ്രാഗ്മാറ്റിക് ആക്ഷൻ ഓറിയന്റേഷൻ എന്നതിൽ വരുന്നത് എന്താ വെച്ചെങ്കിൽ ടു തിങ്ക് ബിഫോർ ആക്ടിങ്, ടു ഡിസൈഡ് ബിഫോർ ഡൂയിങ് ആർ പാർട്ട് ഓഫ് ഡിസിപ്ലിൻ ആൻഡ് കൾച്ചർ ഓഫ് പ്ലാനിങ്. അതായത് നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, ആക്ട് ചെയ്യുക. അതായത് നമ്മൾ എന്താണോ ആക്ട് ചെയ്യാൻ പോകുന്നത് അതിന് മുമ്പ് തിങ്ക് ചെയ്യുക. ദെൻ എന്താണോ ചെയ്യാൻ പോകുന്നത് അതിന് മുമ്പ് ആ കാര്യം ഒന്ന് ഡിസൈഡ് ചെയ്യുക. അതാണ് എന്ത് പറഞ്ഞ ഡിസിപ്ലിൻ ആൻഡ് കൾച്ചർ ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ കൾച്ചറും ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അതിന് മുമ്പ് നമ്മൾ അതെന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുക, അതുപോലെ അതെന്ത് ചെയ്യുക, നമ്മൾ തീരുമാനിക്കുക, ഡിസൈഡ് ചെയ്യുക. ഓക്കെ, അതാണ് പ്രാഗ്മാറ്റിക് ആക്ഷൻ ഓറിയന്റേഷന് വേണ്ടത്. ദെൻ നെക്സ്റ്റ് വേണ്ടത് പ്ലാനിങ് ആസ് എ ഫോം ഓഫ് ഡിസിഷൻ മേക്കിംഗ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈസ് എ ടൈപ്പ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആണ്. നാളത്തേക്കുള്ള ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് കൂടിയാണ് എന്ത് പ്ലാനിങ്. അതായത് കറക്റ്റായിട്ട് ഇൻഫോർമേഷൻ കിട്ടി ആ ഇൻഫോർമേഷൻ്റെ ബേസിലാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഒരു മാനേജ്മെന്റ് ഡിസിഷൻ എടുക്കുന്നത്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇസ് നോട്ട് എ സിമ്പിൾ പ്രോസസ്, വെരി ഡിഫിക്കൽട്ട് പ്രോസസ് ആണ്. കാരണം നമുക്ക് കിട്ടുന്ന അവൈലബിൾ ആയ ഇൻഫോർമേഷൻസ് വെച്ചിട്ട് കറക്റ്റ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് എന്താണ്, അത് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നോർമലി നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആണ് ഇത്തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. ദെൻ പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലാനിങ് എന്ന് പറഞ്ഞത് സെർട്ടൻ അസംഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ അതെന്ത് ചെയ്യാൻ നല്ലതാണോ, എത്രത്തോളം വർക്കൗട്ട് ആവുന്നുണ്ട് എന്നുള്ള എന്താണ് രീതിയിലാണ്. പിന്നെ ഈ ഒരു അസംഷൻ ഇല്ലെങ്കിൽ പ്ലാനിങ് എന്താണ്, ആ ഒരു പ്ലാനിങ് പ്രോസസ്സ് സക്സസ്ഫുൾ ആയിട്ട് മാറില്ല എന്നാണ് പറയുന്നത്. ദെൻ ഡൈനാമിസം. എന്താണ് ഡൈനാമിസം? അതായത് പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഒരു ഡൈനാമിക് പ്രോസസ്സാണ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് ദ ഓർഗനൈസേഷൻ സെലക്റ്റീവ്ലി മൂവ് ആൻഡ് ചേഞ്ച് ഇൻ ടേൺ വിത്ത് റെലവൻറ്റ് ചേഞ്ച് ഇൻ ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. അതായത് ഡൈനാമിക് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ എൻവയോൺമെന്റിന്റെ ചേഞ്ചിനനുസരിച്ചിട്ടാണ് അതിന് ചെയ്യാത്ത മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ദെൻ ലെവൽ ഓഫ് പ്ലാനിങ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ലെവൽ ഓഫ് പ്ലാനിങ്. ലെവൽസ് ഓഫ് പ്ലാനിങ്ങിൽ 2 ലെവൽസ് ആണുള്ളത്. കോർപ്പറേറ്റ് പ്ലാനിങ് കവറിംഗ് ദ എൻറ്റയർ ഓർഗനൈസേഷൻ. സെക്കൻഡ് സബ് കോർപ്പറേറ്റ് ഓർ ഫങ്ഷണൽ പ്ലാനിങ് ക്യാരിഡ് ഓൺ വിത്തിൻ ദ വാരിയസ് പ്ലാനിങ് ടു സ്ട്രാറ്റജിക് പ്ലാനിങ്. ഈ 2 ലെവൽസ് ആണ് പ്ലാനിങ്ങിൽ വരുന്നത്. ദ ലാസ്റ്റ് വൺ ആണ് ടൈപ്സ് ഓഫ് പ്ലാനിങ്. ദ പ്രോസസ് ഓഫ് പ്ലാനിങ് പ്രൊഡ്യൂസ് സെവറൽ ടൈപ്സ് ഓഫ് പ്ലാനിങ്. ഓക്കെ, കുറേ ടൈപ്സ് ഓഫ് പ്ലാനിങ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് അതൊരു എ സീരീസ് ഓർ ഹയറാർക്കി ഓഫ് ഡിസിഷൻ ആൻഡ് ആക്ഷൻ പാക്കേജ്. ദേ ഇൻക്ലൂഡ് ഒബ്ജക്റ്റീവ്സ് ഓർ ഗോൾസ്, സ്ട്രാറ്റജീസ്, പോളിസീസ്, പ്രോഗ്രാംസ്, ബഡ്ജറ്റ്. ഇതൊക്കെയാണ് അതിൻ്റെ പ്ലാൻസ് കേട്ടോ. ഏതൊക്കെയാണ് അതിൻ്റെ ആ ഒരു പ്ലാൻസുകൾ ഏതൊക്കെയാണ്, ഒബ്ജക്റ്റീവ്സ്, ഗോൾസ്, സ്ട്രാറ്റജീസ്, പോളിസീസ്, പ്രോഗ്രാം, ബഡ്ജറ്റ്, ഷെഡ്യൂൾ, പ്രൊസീജിയർ, മെത്തഡ്, റൂൾസ് ഒക്കെ എന്തിൻ്റെ ടൈപ്സ് ഓഫ് പ്ലാനിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാനിങ്ങിൽ വരുന്നത്. അപ്പോൾ പ്ലാനിങ് നോക്കി നമുക്ക് മീനിങ് നോക്കി ഡെഫിനിഷൻ നോക്കി ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് നേച്ചർ ഓഫ് പ്ലാനിങ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് ആണ്. പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് ഒക്കെ നമുക്ക് ജസ്റ്റ് ആ പോയിന്റ് വായിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പ്രൊവൈഡ് ഡയറക്ഷൻ. എന്താണ് പ്ലാനിങ് നല്ലൊരു ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ടു അനാലിസിസ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ദെൻ തേർഡ് വൺ റെഡ്യൂസ് അൺസർട്ടനിറ്റി. ഫോർത്ത് വൺ മിനിമൈസ് ഇംപ്ലസീവ് ആൻഡ് ആർബിട്രറി ഡിസിഷൻസ്. ദെൻ ഫിഫ്ത്ത് വൺ കിങ് പിങ് ഫംഗ്ഷൻ ആണ്. ദെൻ സിക്സ്ത് വൺ വരുന്നത് റിസോഴ്സ് അലോക്കേഷൻ. സെവൻത്ത് വൺ റിസോഴ്സ് യൂസ് എഫിഷ്യൻസി. എയ്ത്ത് വൺ അഡാപ്റ്റീവ് റെസ്പോൺസ്. ദെൻ നയൻത്ത് വൺ വരുന്നത് ആൻറ്റിസിപ്പേറ്റീവ് ആക്ഷൻ. ദെൻ ലാസ്റ്റ് വൺ 10th വൺ ഇൻ്റഗ്രേഷൻ. ഇത്രയാണ് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്ങിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കുന്നത് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് ആണ്. പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് നോക്കാം. എന്താണ് ബേസ്ഡ് ഓൺ സർട്ടൻ അസംഷൻസ്. എന്തെങ്കിലും ചെറിയ ഒരു സർട്ടൻ അസംഷൻസിൻ്റെ ബേസ്ഡിലാണ് പ്ലാനിങ് എപ്പോഴും ഉണ്ടാക്കുന്നത്. ഇൻകംപ്ലീറ്റ് ഇൻഫോർമേഷൻ ആയിരിക്കും മേ ബി. ലാക്ക് ഓഫ് കൺട്രോൾ. ഡിഫിക്കൽട്ട് ടു ചേഞ്ച് വിത്ത് ദ ചേഞ്ച് എൻവയോൺമെൻറ്റ്. ഓക്കെ, പിന്നെ എന്താണ് അതായത് എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ട് എൻവയോൺമെൻറ്റ് ചേഞ്ച് വരുമ്പോൾ നമുക്ക് പ്ലാനിൽ ചേഞ്ച് വരുത്തുമെന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടി ആണെന്നാണ് പറയുന്നത്. പിന്നെ ഫ്ലൂയിഡ് പ്രോസസ്. പിന്നെ ഡിലേ ഇൻ ആക്ഷൻ. റിജിഡിറ്റി ആണ്, ഫ്ലെക്സിബിൾ അല്ല റിജിഡിറ്റി ആണ്. പ്ലാൻ മൈറ്റ് റിമെയിൻ ഓൺ പേപ്പർ. ദെൻ ഡിഫിക്കൽട്ട് ടു ഇംപ്ലിമെൻറ്റ് അറ്റ് യൂണിറ്റ് ലെവൽ. യൂണിറ്റ് ലെവലിൽ അത് ഇംപ്ലിമെൻറ്റ്
എന്ത് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇത് നമ്മൾ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രോസസ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ് പ്രോസസ്സിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. ഒന്ന് പ്ലാനിങ് ടു പ്ലാനിങ്, പ്ലാനിങ് ടു എന്ത് പ്ലാൻ ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്യണം. പിന്നെ അപ്രൈസൽ ടു ഇന്റേണൽ സിറ്റുവേഷൻ, ദെൻ അപ്രൈസൽ ടു എക്സ്റ്റേണൽ സിറ്റുവേഷൻ. പിന്നെ വരുന്നത് എന്താണ് ഡെഫിനിഷൻ ഓഫ് കീ ഏരിയ ആൻഡ് ഇഷ്യൂ ഫോർ പ്ലാനിങ്, ദെൻ ഡെവലപ്മെന്റ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ്, formulation of medium and short range planning, and last process ആണ് implementation of plans. അപ്പോൾ ഇത്രയും എന്താണ് പ്രോസസ്സിലൂടെയാണ് ഒരു പ്ലാനിങ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും പ്രോസസ്സ് പറയുമ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ് അല്ലേ. ഇംപ്ലിമെന്റേഷൻ കഴിഞ്ഞാൽ അടുത്തത് പ്ലാൻ ചെയ്യും, പ്ലാൻ ടു പ്ലാൻ, അപ്രൈസൽ ടു ഇന്റേണൽ സിറ്റുവേഷൻ, അങ്ങനെ വരുന്നത്. ഇതാണ് പ്രോസസ് ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്ലാനിങ് ടു പ്ലാൻ എന്താണ്, അപ്രൈസൽ ഓഫ് ഇന്റേണൽ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ പറയുന്നത് പ്ലാനിങ് ഡസ് നോട്ട് ജസ്റ്റ് ഒക്കർ ഓൺ ഇറ്റ്സ് ഓൺ ഓർ വിത്ത് ദ ഇഷ്യൂ ഓഫ് ആൻഡ് ഓർഡർ ഫ്രം ചീഫ് എക്സിക്യൂട്ടീവ്. പ്ലാനിങ് എന്ന് പറയുന്നത് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ എന്താണ് മറ്റ് നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ കയ്യിൽ നിന്ന് എന്താണ് ഉള്ള ഒരു ഓർഡർ പ്രകാരം മാത്രം ചെയ്യേണ്ട ഒന്നുമല്ല. അതെന്താണ് കൃത്യമായി ആസൂത്രണം ചെയ്തിട്ടും കൃത്യമായി കെയർ ചെയ്തിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത് പറയുന്നത് പ്ലാനിങ്. അത് പ്ലാൻ ചെയ്യുക. എങ്ങനെയാണ് നല്ല രീതിയിൽ ഒരു പ്ലാൻ ചെയ്യുക എന്നുള്ളത് എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. അതാണ് പ്ലാനിങ് ടു പ്ലാൻ ഉള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് വ്യത്യസ്ത ലെവൽ ഓഫ് മാനേജ്മെൻറ്റിലുള്ള ആൾക്കാരെ വിളിച്ചിട്ട് അവർക്ക് വേണ്ട എങ്ങനെയാണ് നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് പ്ലാൻ ചെയ്യുക, എങ്ങനെയാണ് അത് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള കോൺഫറൻസ് ആയിട്ടും മീറ്റിംഗ് വെച്ചിട്ടൊക്കെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അതെന്തിനാണ്, ആ പ്ലാനിങ്ങിൻ്റെ സ്കില്ല്, മാനേജ്മെൻറ്റിൻ്റെ പ്ലാനിങ് സ്കില്ല് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള എന്താണ് കാര്യങ്ങളൊക്കെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് അപ്രൈസൽ ഓഫ് ഇന്റേണൽ സിറ്റുവേഷൻ. ഓക്കെ, സെക്കൻഡ് വൺ ആണ്. സെക്കൻഡ് പ്രോസസ്സിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പാണ് എന്ത്, അപ്രൈസൽ ഓഫ് ഇന്റേണൽ സിറ്റുവേഷൻ. ഇവിടെ അപ്രൈസൽ ഓഫ് ഇന്റേണൽ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ടോപ്പ് ലെവൽ മാനേജേഴ്സ് മറ്റ് മാനേജേഴ്സുമായിട്ട് എന്ത് ചെയ്യണം, ഒരു എന്താ പറയുക, ഒരു കൊളാബറേഷൻ നടത്തണം അല്ലേ. നമ്മൾ ഓർഗനൈസേഷൻ്റെ ഇന്റേണൽ ആയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു അവലോകനം നടത്തുകയാണ് ചെയ്യേണ്ടത്. എന്തിനാണ്, കറണ്ട് അഫയേഴ്സ്, ഒരു ഓർഗനൈസേഷൻ്റെ കറണ്ട് അഫയേഴ്സിനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് എക്സിസ്റ്റിംഗ് പ്ലാൻസിനെ കുറിച്ചിട്ട്, പ്രോസസ്സിനെ കുറിച്ചിട്ട്, ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട്, പെർഫോമൻസ് ലെവല്, അച്ചീവ്മെന്റ്സ് ആൻഡ് പ്രോബ്ലം, ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു എന്താണ് ഒരു ഒബ്സർവേഷൻ, ഒരു അവലോകനം കിട്ടണം. ഇതിന്റെ ബേസിലാണ് എന്താണ് മറ്റുള്ള കാര്യങ്ങൾ, ആ ഒരു ബിസിനസിന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലെ. ഇതിന്റെ ഒക്കെ ബേസിലാണ് ആ ഒരു മാനേജ്മെന്റ്, ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഓർഗനൈസേഷന്റെ ഇത്രയും ഡീറ്റെയിൽസ്, ദ സ്പെസിഫിക് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ, ഈ ഒരു ഇത്രയും ഡീറ്റെയിൽസ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ആ ഒരു ഓർഗനൈസേഷന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ദെൻ തേർഡ് വൺ ആണ് അപ്രൈസൽ ഓഫ് എക്സ്റ്റേണൽ സിറ്റുവേഷൻ. അപ്രൈസൽ ഓഫ് എക്സ്റ്റേണൽ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് നമ്മുടെ ഓർഗനൈസേഷന് പുറത്തുള്ള എന്താണ് എലമെന്റ്സുമായിട്ട് അല്ലെങ്കിൽ ആ കാര്യങ്ങളുമായിട്ട് എന്താണ് നടത്തുന്ന ഒരു ഇവാലുവേഷനാണ് എന്താണ് എക്സ്റ്റേണൽ എന്താ പറയുക എൻവയോൺമെന്റ്, അപ്രൈസൽ ഓഫ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. അതായത് ഓർഗനൈസേഷന് പുറത്തുള്ള ഫാക്ടേഴ്സ്, അത് എങ്ങനെ ഒരു ഓർഗനൈസേഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഓർഗനൈസേഷന്റെ ഫംഗ്ഷൻസിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് എക്സാമ്പിൾ ആണ് അത്തരത്തിൽ നമുക്ക് എഫക്റ്റ് ചെയ്യുന്ന എന്താണ് അപ്രൈസലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്രൈസൽ ഓഫ് എൻവയോൺമെന്റൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എക്കണോമിക്, അതുപോലെ സോഷ്യൽ, ടെക്നോളജി ആൻഡ് അതർ മീൻസ് ഓഫ് റെലവൻസ് ഫോർ ദ ഓർഗനൈസേഷൻ ടു ബി കണ്ടിന്യൂസ് പ്രോസസ്. അപ്പൊ ഇത്തരത്തിലുള്ള എലമെന്റ്സ് അവർ നോക്കുന്നുണ്ട്. അത് ഓർഗനൈസേഷന്റെ കണ്ടിന്യൂ പ്രോസസ്സിന് അത് എത്രത്തോളം എങ്ങനെയൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, അതിന് നമുക്ക് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാൻ പറ്റും. അത് ത്രെഡ്, ഓപ്പർച്യൂണിറ്റി, വീക്ക്നെസ് ഒക്കെ സ്ട്രെങ്ത് ഒക്കെ നമുക്ക് ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ദെൻ തേർഡ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് എന്താണ്, പ്ലാൻ ചെയ്യുക. പ്ലാനിങ്ങിലൂടെ നല്ലൊരു പ്ലാൻ കണ്ടെത്തുക. ഇത് നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള എൻവയോൺമെന്റ് എങ്ങനെ മനസ്സിലാക്കുക. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെ കുറിച്ചിട്ടൊരു ധാരണ വെക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡിഫൈൻ ദ കീ ഏരിയ ആൻഡ് ഇഷ്യൂ ഫോർ പ്ലാനിങ്. അതായത് കീ ഏരിയാസും പിന്നെ പ്ലാനിങ്ങിലുള്ള ഇഷ്യൂസ് എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക. ഓക്കെ, അത്തരത്തിൽ അത് ഐഡന്റിഫൈ
ചെയ്തിട്ട് കീ ഏരിയാസ് അത് ഐഡന്റിഫൈ ചെയ്യുക. ദെൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് എന്ത് ചെയ്യുക, സൊല്യൂഷൻ കണ്ടെത്തുക അല്ലേ. പിന്നെ നെക്സ്റ്റ് എന്താണ്, ഡെവലപ്മെന്റ് ഓഫ് ഓൾട്ടർനേറ്റീവ് പ്ലാനിങ് ഫോർ ഇവാലുവേഷൻ ആൻഡ് ചോയ്സ്. നല്ലൊരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്, ഇവാലുവേഷൻ ചോയ്സിന് വേണ്ടിയിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് പ്ലാൻസ് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. ദെൻ വരുന്ന 6th പോയിന്റാണ് ഫോർമുലേഷൻ ഓഫ് മീഡിയം റേഞ്ച് ആൻഡ് ഷോർട്ട് റേഞ്ച് പ്ലാൻസ്. പിന്നെ എന്ത് ചെയ്യുക, ഷോർട്ട് റേഞ്ചും അതുപോലെ തന്നെ മീഡിയം റേഞ്ച് പ്ലാൻസ് എന്ത് ചെയ്യുക, ഫോർമുലേറ്റ് ചെയ്യുക. പിന്നെ എന്താണ്, അറേഞ്ച്മെന്റ് ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്ലാൻസ്. ഈ പ്ലാൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനും നല്ലൊരു അറേഞ്ച്മെന്റ് കൊണ്ടുവരിക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രോസസ് ഓഫ് പ്ലാൻസിൽ വരുന്നത്. പ്ലാനിങ് ടു പ്ലാൻ, പിന്നെ അപ്രൈസൽ ഓഫ് ഇന്റേണൽ സിറ്റുവേഷൻ, appraisal of external situation, definition of key area and issue for planning, development of alternatives, formulation of medium and short range plans, implementation of plans. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രോസസ് ഓഫ് പ്ലാനിങ്ങിന്റെ സ്റ്റെപ്പ് ആയിട്ട് വരുന്നത്. അത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നിങ്ങളോട് ചോദിക്കുകയാണ് പ്രോസസ് ഓഫ് പ്ലാനിങ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി വാട്ട് ഈസ് പ്ലാനിങ് എന്ന് എഴുതണം. പ്ലാനിങ്ങിന്റെ ഒരു ഡെഫിനിഷനും മീനിങ്ങും എഴുതിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ആൻസർ എഴുതാനും. ഇത് ലോങ് എസ്സി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്, ലിമിറ്റേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇതോട് കൂടിയിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാനിങ്. പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാനിങ്ങിൽ ഫസ്റ്റ് വേണ്ടത് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് ഇൻട്രസ്റ്റ്. ഇവിടെ എന്താ പറയുന്നത്, ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ ഓർഗനൈസേഷൻ must show genuine interest in planning. അതായത് ഒരു ബിസിനസ്സിലെ സിഇഒ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ത് ചെയ്യണം, പ്ലാനിങ്ങിൽ ജെനുവിൻ ആയിട്ടുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കണം എന്നാണ് പറയുന്നത്. സബ്മിറ്റ് ഹിംസെൽഫ് ടു ദ ഡിസിപ്ലിൻ ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിന്റെ ഡിസിപ്ലിൻ എന്ത് ചെയ്യണം, സ്വമേധയാ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ മസ്റ്റ് ഇൻസ്പയർ ഹിസ് ടീം ടു ഡു ദ സെയിം. അവരുടെ ടീമിനെയും ഇൻസ്പയർ ചെയ്യണം. ഈ സെയിം കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ടീമിനെയും എന്ത് ചെയ്യണം, ഇൻസ്പയർ ചെയ്യണം. ദെൻ സെക്കൻഡ് പ്രിൻസിപ്പിൾ വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ലോങ് റേഞ്ച് വ്യൂ. എന്താണ്, എവരി മാനേജർ മസ്റ്റ് പ്ലാൻ ഡിസിഷൻ ആഫ്റ്റർ എ ഫുൾ അനലൈസ്ഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെയർ ലോങ് ടേം ഫ്യൂച്ചർ എഫക്റ്റ്. അതായത് എപ്പോഴും എന്ത് ചെയ്യണം, ഈ നമ്മുടെ നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം, അത് ഫുൾ അനാലിസിസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ലോങ് ടേം ഫ്യൂച്ചർ എഫക്റ്റുകൾ നല്ലതുപോലെ അനലൈസ് ചെയ്തിട്ട് വേണം ഏതൊരു മാനേജ്മെന്റും ഡിസിഷൻ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസിഷൻസ് എടുക്കാം. ഓക്കെ, പിന്നെ എന്താണ് പറഞ്ഞത്, ആൻഡ് ആഫ്റ്റർ കൺസിഡറിങ് ഓൾ ദ അവൈലബിൾ ഫാക്ട് ഒബ്ജക്റ്റീവ്ലി. ഓക്കെ, എന്താണ്, പിന്നെ എന്ത് ചെയ്യണം, എല്ലാ ഒബ്ജക്റ്റീവ്സും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഒബ്ജക്റ്റീവ്സും എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്തിട്ടും കൂടിയാണ് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഒരു ഡിസിഷൻസ് എടുക്കാനാണ് പറയുന്നത്. ദെൻ തേർഡ് പോയിന്റ് വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രിബ്യൂഷൻ ടു ഒബ്ജക്റ്റീവ്സ്. ഇവിടെ എന്താ പറഞ്ഞത്, പ്ലാനിങ് ഷുഡ് ബി പർപ്പസ്ഫുൾ ആയിരിക്കണം. പ്ലാനിങ് എന്ന് പറയുന്നതാണ് പർപ്പസ്ഫുൾ ആയിരിക്കണം. അല്ലാതെ വെറുതെ ചുമ്മാ നമ്മൾ പ്ലാൻ ചെയ്താൽ പോലെ നല്ല രീതിയിൽ പർപ്പസ്ഫുൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇറ്റ് ഷുഡ് ഡയറക്ട്ലി കോൺട്രിബ്യൂട്ട് ടു ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷൻ ഒബ്ജക്ട് ഓർ ഡിസൈഡ് എയിംസ്. എന്താ പറഞ്ഞത്, ഇത് ഡയറക്റ്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്, ടു അച്ചീവ് ഓർഗനൈസേഷൻ ഒബ്ജക്ട് ഓർ ഡിസൈഡ് എയിംസിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തണം. പർപ്പസ്ഫുൾ ആയിരിക്കണം, അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നടത്തുകയും വേണം. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൈമസി ഓഫ് പ്ലാനിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, എ സ്റ്റാർട്ടഡ് പ്ലാനിങ് ഹോൾഡ് ദ പ്രൈം പൊസിഷൻ ഇൻ ദ പ്രോസസ് ഓഫ് മാനേജ്മെന്റ്. സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് പൊസിഷനാണ് അവിടെ വഹിക്കുന്നത്. ഇറ്റ് ഈസ് ലോജിക്കലി റിഗാർഡഡ് ആസ് എ ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് ഫ്രം വിച്ച് ഓൾ അതർ ഫംഗ്ഷൻ ഫോളോ. അതായത് എന്താണ്, ഇത് ലോജിക്കലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. കാരണം ഈ ഒരു പ്ലാനിങ്ങിന്റെ ബേസിലാണ് മറ്റുള്ള മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ഒക്കെ മൂവ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി. പ്ലാനിങ് എന്താണ്, ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമുക്ക് ഇടയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തണമെങ്കിലൊക്കെ നമുക്ക് അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനൊക്കെ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്ലാനിങ്. പിന്നെ പ്ലാനിങ് ഈസ് എ നാവിഗേഷണൽ ചേഞ്ച്. എന്താണ്, നമുക്ക് എന്തെങ്കിലും ഫ്ലെക്സിബിലിറ്റി ഒക്കെ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ നമുക്ക് ആ ചേഞ്ച് വരുത്താൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ദ സെവൻത്ത് വൺ പറയുമ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മിറ്റ്മെന്റ്. എന്താണ്, ദിസ് പ്രിൻസിപ്പിൾ ഹെൽപ്പ് ഇൻ ഡിറ്റർമിനിങ് ഓഫ് ദ പ്ലാനിങ് പീരിയഡ്. ഈ പ്രിൻസിപ്പിൾ പ്ലാനിങ് പീരിയഡ് ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ദ ലാസ്റ്റ് വൺ പ്രിൻസിപ്പിൾ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ. എന്താണ്, ഈ ലിമിറ്റിംഗ് ഫാക്ടർ ഈസ് വൺ വിച്ച് സ്റ്റാൻഡ് ഇൻ എ വേ അച്ചീവിംഗ്
the desired object. Manager should pay due attention to that. അപ്പോൾ അതായത് നല്ല രീതിയിൽ ആക്ഷൻസ് ഫാക്ടേഴ്സ് ഒക്കെ എന്താണ് എടുക്കുക, നമ്മളൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ എന്താണ് ലിമിറ്റഡ് ഫാക്ടേഴ്സ് വെച്ച് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഗോൾസും കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ എന്താ സാധിക്കണമെങ്കിൽ മാനേജ്മെൻറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് ചെയ്യാം ഫോളോ നടപടികൾ എടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് അറിയാം, പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്. അതിൽ പ്ലാനിങ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു തന്നെ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. വാട്ട് ഈസ് ഡിസിഷൻ മേക്കിംഗ്? ഓക്കെ, ദാൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പീറ്റർ ട്രെഗർ കൊടുത്തിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. എ ഡിസിഷൻ ഈസ് എ ചോയ്സ് whereby a person perform a conclusion about a situation. അതായത് ഒരു സിറ്റുവേഷൻ്റെ കൺക്ലൂഷന് എങ്ങനെ പെർഫോം ചെയ്യണം എന്ന് ഒരു പേഴ്സൺ ഡിസൈഡ് ചെയ്യാണ്. അതിനെയാണ് ഡിസിഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു സിറ്റുവേഷൻ വരികയാണ് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ 10th കഴിഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം എന്താ സ്കോർ നമുക്ക് നല്ല മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മൾക്ക് നമ്മുടെ മുമ്പിൽ ഒരു സിറ്റുവേഷനാണ് അവിടെ അല്ലേ. നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സിറ്റുവേഷൻ നമ്മുടെ മുമ്പിൽ നെക്സ്റ്റ് ഗോൾ. സോ ആ ഒരു ഇതിൽ നമ്മളൊരു കൺക്ലൂഷൻ എത്തുകയാണ്. ആ കൺക്ലൂഷൻ എങ്ങനെയാണ് എത്തുന്നത്? നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിലൂടെയാണ് കൺക്ലൂഷൻ എടുക്കുന്നത്. അപ്പോൾ അതാണ് ഒരു പേഴ്സണ് ഒരു സിറ്റുവേഷൻ എടുക്കുന്ന അതിൻ്റെ ഒരു കൺക്ലൂഷൻ എത്താൻ വേണ്ടി എടുക്കുന്ന ആ ഒരു ഡിസിഷനെയാണ് നമ്മൾ സിമ്പിളായിട്ട് എന്ന് വിളിക്കുന്നത്. ആ ആക്ഷനെയാണ് നമ്മൾ സിമ്പിളായിട്ട് വിളിക്കുന്നത് ഡിസിഷൻ എന്ന് വിളിക്കുന്നത്. ഡിസിഷൻ എന്ന് പറയുമ്പോൾ ഒരു ചോയ്സ് ആണ്. ഓക്കെ, നമ്മുടെ ഡിസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ടൈപ്പ് ഓഫ് ചോയ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പീറ്റർ ട്രെഗർ നമ്മുടെ ഡിസിഷനെ കുറിച്ച് ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലം ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. എന്താണ് നമ്മൾ പ്രോബ്ലം എന്താണെന്നുള്ളതും അതിന് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആക്ച്വൽ ഉള്ള പ്രോബ്ലം എന്താണെന്നുള്ളതും ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടെ എന്താണ് അവരുടെ ഒബ്ജക്റ്റ് എന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഒരു ബിസിനസിൻ്റെ ഒരു ഗോൾ ഉണ്ടായിരിക്കും. സോ അതെന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. ദെൻ എന്താണ് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. അതാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലം ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. നെക്സ്റ്റ് വൺ, എക്സ്പ്ലോറേഷൻ ഓഫ് പോസിബിൾ ഓൾട്ടർനേറ്റീവ്സ്. ഇവിടെ പറഞ്ഞെന്താണ്? ഇൻ ദിസ് സ്റ്റേജ്, ഇത് സെക്കൻഡ് സ്റ്റേജ് ആണ്. ദ മാനേജർ എക്സ്പ്ലോർ വാരിയസ് അവൈലബിൾ പോസിബിൾ ഓൾട്ടർനേറ്റീവ്സ് ഫോർ ദ സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം. ഒരു പ്രോബ്ലം സൊല്യൂഷൻ ചെയ്യാൻ മാനേജേഴ്സ് എന്ത് ചെയ്യണം? വാരിയസ് അവൈലബിൾ ആയിട്ടുള്ള പോസിബിൾ ആൾട്ടർനേറ്റീവ്സ് എന്ത് ചെയ്യണം? എക്സ്പ്ലോർ ചെയ്യണം. ഒരു പ്രോബ്ലം സൊല്യൂഷൻ കണ്ടെത്താൻ, ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ മാനേജേഴ്സ് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? പോസിബിൾ ഓൾട്ടർനേറ്റീവ്സ് എന്ത് ചെയ്യണം? അവരെ എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഓൾട്ടർനേറ്റീവ്സ് എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. കാരണം ഏതൊരു ഭാഗത്തിനും പോസിറ്റീവും നെഗറ്റീവും ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഈ ഓൾട്ടർനേറ്റീവ്സിന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അതായത് പോസിറ്റീവ് എത്രത്തോളം ഒരു ഓർഗനൈസേഷന് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഡെവലപ്മെന്റിന് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. എങ്കിൽ നെഗറ്റീവുള്ള ഓൾട്ടർനേറ്റീവ്സ് ആണെങ്കിൽ അത് എത്രത്തോളം നമ്മുടെ ഓർഗനൈസേഷനെ ബാഡ്ലി എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്യുക. അതാണ് ഇവാലുവേഷൻ ഓൾട്ടർനേറ്റീവ്. സെലക്ഷൻ ഓഫ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സ്. നമ്മൾ ഇത്തരത്തിലുള്ള പ്രോസസ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. ഓക്കെ, പിന്നെ ഫിഫ്ത്ത് വൺ ആണ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡിസിഷൻ. നമ്മൾ എന്താണ് നമ്മൾ എടുത്ത ഡിസിഷൻ ഇംപ്ലിമെന്റ് ചെയ്യുക, ദെൻ ഫോളോ അതെന്ത് ചെയ്യുക? ഫോളോ ചെയ്ത് പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പ്ലാനിങ് എന്താണെന്നുള്ളതും പ്ലാനിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഡിസിഷൻ മേക്കിങ്ങും അതിൻ്റെ പ്രോസസ്സൊക്കെ ഡിസ്കസ് ചെയ്തു. ഇത് ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.